ഹായ് എവ്രിവൺ, നമുക്കിന്നൊരു കൊട്ടാരത്തിൽ പോയാലോ? ഇതാണ് നെടുമങ്ങാടിൻ്റെ സ്വന്തം നെടുമങ്ങാട് കൊട്ടാരം അഥവാ കോയിക്കൽ പാലസ്. നെടുമങ്ങാട് ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകമാണിത്. 15-ാം നൂറ്റാണ്ടിലെ കേരള വാസ്തുശൈലി അനുസരിച്ചാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ വേണാട് രാജ്ഞി ഉമയമ്മ റാണിക്ക് വേണ്ടിയിട്ടാണ് ഈ കൊട്ടാരം പണി കഴിപ്പിക്കുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ വാസ്തുവിദ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ബോട്ടിൻ്റെ ആകൃതിയിൽ 2 നിലകളുമായിട്ടാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. നടുമുറ്റം ഗ്രാനൈറ്റ് കൊണ്ട് പാകിയിരിക്കുന്നു. ചുറ്റും കൊത്തുപണികളുള്ള ഗ്രാനൈറ്റ് തൂണുകൾ അഥവാ കല്ല് തൂണുകൾ. കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള മ്യൂസിയമാണ് ഇന്നിത്. വേണാട് വംശത്തിൻ്റെ ചരിത്രം, പഴയ ആയുധങ്ങൾ, നാണയങ്ങൾ, രാജകീയ വസ്തുക്കൾ എന്നിവയാണ് ഇവിടെ കാണാൻ സാധിക്കുക. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു ഫ്ലോർ പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഗൈഡുണ്ട് നമുക്കിതെല്ലാം കാണിച്ചു തരാനും ഇതേപ്പറ്റി വിവരിച്ചു തരാനുമായിട്ട് ഗൈഡ് അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതെല്ലാം പഴയ സാധനങ്ങൾ, അതായത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളൂ. സാധാരണ നമ്മളൊരു കൊട്ടാരം നടന്നു കാണുന്നതിന് വ്യത്യസ്തമാക്കി ഇവിടെ നമുക്ക് ഗൈഡ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. ഈ കൊട്ടാരത്തിൻ്റെ താഴെ നിലയിലായി ഒരു തുരങ്കമുണ്ട്. ഇത് കരിപ്പൂരിലെ മറ്റൊരു കൊട്ടാരത്തിലേക്കുള്ള ഭൂഗർഭ തുരങ്കവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വാസ്തുശാസ്ത്രപരമായി തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതായി തോന്നിയ ഒരു കൊട്ടാരമാണിത്. പറഞ്ഞു തന്നതനുസരിച്ച് ഇതിന് ഏറെ പ്രത്യേകതകളുണ്ട്. നമ്മളിപ്പോൾ മറ്റേ കുതിരമളികയൊക്കെ കാണാൻ പോകുന്നത് കണക്ക് ഇവിടെ പൊയ്ക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊന്ന് ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നിയേക്കാം. ഇവിടെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയമാണ്. മ്യൂസിയത്തിനകത്തുള്ള വസ്തുക്കൾ മാത്രമേ നമുക്ക് കണ്ടു മടങ്ങാനായിട്ട് പറ്റുള്ളൂ. നമ്മളുടെ ഫോട്ടോസ് ഇവിടെ അലൗഡ് അല്ല. ഇവിടെ സത്യത്തിൽ നാണയശേഖരങ്ങളുണ്ടായിരുന്നു. നാണയശേഖരങ്ങളുടെ സൈഡെത്തിയപ്പോഴേക്കും ആ കൂടെ വന്ന ഗൈഡ് ചേട്ടൻ ഒരുപാട് വേഗത്തിൽ പറഞ്ഞു പോയതുകൊണ്ട് തന്നെ എനിക്ക് പലതും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇവിടെ നിന്നാണത്രേ രാജാക്കന്മാർ പ്രജകളോട് സംസാരിച്ചിരുന്നത്. കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അഥവാ കൊട്ടാരത്തിൻ്റെ മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അവിടെയുണ്ട്. പ്രധാനപ്പെട്ട നമ്മുടെ നാടൻ കലകളെക്കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രങ്ങളുടെ എഴുന്നള്ളിപ്പിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനായിട്ടുള്ള പീഠങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. പഴയകാല തൊഴിലുകളെ പറ്റിയും അവയർനെസ് ചെയ്യുന്നുണ്ട് അവിടെ. ഞാനൊക്കെ ഈ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള സാധനങ്ങളായിരുന്നു ഇവയൊക്കെ. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ചെറിയൊരു കൗതുകം തോന്നിയെങ്കിലും എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ചെറിയ ചിരിയോടെ ഇങ്ങ് മടങ്ങുമായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ കൗതുകം തോന്നിയതും കുറച്ചൊന്ന് അട്രാക്ഷൻ തോന്നിയതും ഈ വക കാര്യങ്ങളോടായിരുന്നു. നമ്മളുടെയൊക്കെ നാട്ടിൽ പണി കഴിപ്പിക്കാനുള്ള സ്ട്രക്ചറുകൾ വരച്ച് കാണിക്കുമ്പോൾ അവരതിനെ ചെയ്തു തന്നെ ഒരു മോഡലായിട്ട് സൂക്ഷിക്കുകയായിരുന്നു പതിവ് എന്നാണ് അവിടെ പറയപ്പെട്ടത്. എന്ന് തന്നെ ആയാലും വളരെ ഭംഗിയായി കൊത്തുപണികളാൽ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഒരുപാട് തന്നെയുണ്ട്. കൊട്ടാരത്തിൻ്റെ അകത്ത് ഫോട്ടോസൊന്നും അലൗഡ് അല്ലെങ്കിലും പുറത്ത് ഫോട്ടോസും വീഡിയോസും അലൗഡ് ആണേ.